പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്ന് നിൽക്കുവാനും ഈ സാക്ഷ്യം പറയുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൃപാസനത്തിൽ ആദ്യമായി വരുന്നത്. ഈ പ്രതിസന്ധികളെയെല്ലാം പ്രാർത്ഥനയിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ആത്മീയമായി വളരെയധികം ഊർജം പ്രാപിച്ച് അതിനെല്ലാം തരണം ചെയ്യാനും വളരെയധികം മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അത് എൻ്റെ ഭാര്യ പറയുന്നതായിരിക്കും. എൻ്റെ പേര് സോണിയ. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ കേട്ടറ്റ് പരീക്ഷ പാസ്സാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ 6 തവണ പരീക്ഷ എഴുതി. 6 തവണ എഴുതിയിട്ടും നിസ്സാര മാർക്കുകൾ കൊണ്ട് ഞാൻ പിന്നിലാവുമായിരുന്നു. ഫോർവേഡ് കാസ്റ്റിന് എത്രയായാലും 90 മാർക്ക് വേണം. പക്ഷേ എനിക്ക് എന്നും 88-89 മാർക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അവസാനം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കുന്നില്ല, ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പോയി. അന്നേരം റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നതിനും തൊട്ട് മുമ്പ് നമുക്ക് മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 88 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് 90 തരണം, അല്ലാതെ എനിക്കൊരു രക്ഷയില്ല, ഇനി ഞാൻ എഴുതാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നു. എൻ്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, റിസൾട്ട് വന്നിട്ട് നോക്കണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പ്രാർത്ഥന കഴിയട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു നോക്കി, പക്ഷേ എനിക്ക് സൈറ്റ് കിട്ടിയില്ല. പിറ്റേ ദിവസം 5:30 പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെയും നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മാർക്ക് മാത്രം വരുന്നില്ല. പിന്നെയും പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എനിക്കറിയില്ല ആ ഉണ്ടായ നിമിഷം എന്താണ്. എൻ്റെ OMR ഷീറ്റിൽ 88 മാർക്കേ ഉള്ളൂ. പക്ഷെ അമ്മ എനിക്ക് 90 മാർക്കാക്കി തന്നു. അത് വല്ലാത്തൊരു ആ സമയം എനിക്കിപ്പോഴും അറിയില്ല എനിക്കുണ്ടായ മാനസികാവസ്ഥ എന്താണെന്ന്. അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരു ഹൈസ്കൂൾ ടീച്ചറാവാനുള്ള എക്സാമുകൾ എഴുതി. എയ്ഡഡ് സ്കൂളിൽ കയറാനായിരുന്നു എൻ്റെ ശ്രമം. 1 തവണ എഴുതി, പരാജയപ്പെട്ടു. അതുപോലെ 2ാം തവണ എഴുതിയപ്പോഴും കൊല്ലം ചാത്തന്നൂർ സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതെനിക്ക് വീടുമായി നോക്കുമ്പോൾ വയ്യാത്ത പപ്പയുണ്ട്, മോള് ചെറുതാണ്, ഹസ്ബൻഡ് സുഖമില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയി വരവൊന്നും നടക്കില്ല. ഞാനതും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മനസ്സില്ലാ മനസ്സോടെ ഞാൻ വേണ്ടാന്ന് വെച്ചു. 3ാം തവണയും ഞാൻ പരീക്ഷ എഴുതി. 3ാം തവണ എഴുതിയപ്പോഴും റിട്ടേൺ ടെസ്റ്റും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. റിട്ടേൺ ടെസ്റ്റിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മയോട്, എല്ലാ പ്രാവശ്യവും പ്രായവും എനിക്ക് കൂടുതലാണ്, മാർക്കും ഒരുപാട് കുറവാണ്, എന്നെ എന്നും ലാസ്റ്റാണ് അവർ വിളിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ലാസ്റ്റ് വിളിക്കരുത്, സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടെങ്കിലും അമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ശരിക്കും സ്ഥാനം 4th കിട്ടിയെങ്കിലും എന്നെ ലിസ്റ്റിലിട്ടത് അപ്പോഴും ഏറ്റവും ലാസ്റ്റായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഒരുപാട് പറഞ്ഞതല്ല എന്നെ ലാസ്റ്റ് ആക്കരുതെന്ന്. പക്ഷേ ഇൻ്റർവ്യൂ അടുത്ത ദിവസം തന്നെ അവർ വെച്ചു. 11 മണിക്ക് 10:30 ഇൻ്റർവ്യൂ വെച്ച് ഞാൻ അവിടെ എത്തിച്ചേർന്ന് 11 മണിക്ക്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എല്ലാ സബ്ജക്റ്റിനും കഴിഞ്ഞു. ഇല്ല, ഇനി മലയാളം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു, എൻ്റെ സബ്ജക്റ്റ് മലയാളമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ലാസ്റ്റ് അവർ പേപ്പർ ഒന്ന് എഴുതി എന്നെ കയറ്റി. എനിക്കറിയില്ല, എന്നെ 2ാമതായിട്ട് അവർ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ ലാസ്റ്റ് ആവരുതെന്നേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീട് വന്നത് ഈ ജോലിക്ക് ഒത്തിരി തടസ്സങ്ങൾ വന്നു. വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അമ്മ എനിക്ക് തരണം, ഇനി എനിക്ക് കാത്തിരിക്കാൻ എൻ്റെ പ്രായം അനുവദിക്കുന്നില്ല, ഇനി എനിക്ക് യോഗ്യതയില്ല അതിന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും സെപ്റ്റംബർ 13-ാം തീയതിയാണ് വിളിച്ചു പറയുന്നത്, 15-ാം തീയതി ജോയിൻ ചെയ്യണം. തിരുവല്ല പുതുശ്ശേരി ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപികയായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം മൂലം എനിക്ക് ജോലി ലഭിക്കേണ്ടായി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് അമ്മ ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് കാറിലായിരുന്നു പോയിരുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അവിടെ നിന്ന് പോയി മടങ്ങി വരുമ്പോൾ കണ്ടെയ്നർ ലോറിയായിട്ട് വണ്ടി കൂട്ടിയിടിക്കുമായിരുന്നു ഉണ്ടായത്. എങ്ങനെ അപകടം ഉണ്ടായെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. പക്ഷേ അപകടം വലുതായിരുന്നു. ട്രാഫിക് സിഗ്നലായ കാരണം വണ്ടികളെല്ലാം പതുക്കെ വന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ശക്തമായിട്ട് ഷെയ്ക്കായി. എല്ലാവരും പേടിച്ചു. പപ്പ സുഖമില്ലാത്തതാണ്. എന്നിട്ടും വണ്ടി തിരിഞ്ഞു വന്ന് ശരിക്കും ലോറിക്ക് ഫ്രണ്ടിലേക്കായിട്ട് അങ്ങ് കയറി നിന്നു. ഒരു അപകടവും ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റിയില്ല ആർക്കും. വണ്ടിയുടെ ഡോറിന് കംപ്ലൈൻറ്റ് വന്നു. ആ വണ്ടി തന്നെ ഓടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ധാരാളമായി ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹിച്ച അമ്മയ്ക്കും അമ്മയുടെ പുത്രനും ഒത്തിരി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് പത്രങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ, റോഡുകളിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ സോണി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ പൊതികെട്ടി
പൊതിച്ചോറും കുപ്പിവെള്ളവുമായിട്ട് ഞങ്ങൾ എറണാകുളം സൈഡുകളിൽ തെരുവുകളിലൂടെ നടക്കും. തെരുവുകളിലൂടെ നടന്ന് ആ തെരുവിലുള്ള ആളുകൾക്ക് പൊതിച്ചോറും വെള്ളവും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെക്കാൾ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമുള്ള ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ രീതിയിലെല്ലാം ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളെ ഒരുക്കി തരുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വൈഫ് തിരുവല്ലയിലാണ് ജോലി എന്ന് പറഞ്ഞു. വൈഫ് വരുമ്പോൾ 7 മണിയാവും. അപ്പോൾ ഞാൻ 5 മണി, ഞാനും സ്കൂൾ ഫീൽഡ് തന്നെയാണ്. ഞാൻ 5 മണിക്ക് വീട്ടിൽ വരും. 6 മണിയാകുമ്പോൾ ഞാൻ പള്ളിയിൽ പോയതിന് ശേഷമാണ് വൈഫിനെ വിളിക്കാനായിട്ട് പോകുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് കൂടാനും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനായിട്ടും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് വളരെയധികം ആ ഒരു സന്തോഷം നിറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഭാഗത്തിന് ദൈവം ഞങ്ങളെ മാറ്റിത്തരുന്നത്, അത് ദൈവത്തെ മാതാവിനെയും കൃപാസന മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 33-ാം തിരുവചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അജിയും ജീവിത പങ്കാളിയുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് അജി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അദ്ദേഹം പറയുന്നു, എൻ്റെ വൈഫ് കേട്ടറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. പ്രായാധിക്യം മൂലം അവർക്ക് ഒരുപക്ഷെ ഈ ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിരുന്നു. എല്ലാ എക്സാംസിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇനി ഒരു ലാസ്റ്റ് അറ്റംപ്റ്റിലെങ്കിലും എനിക്കൊരു നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സഹോദരി പോയി പരീക്ഷ എഴുതിയത്. എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. എൻ്റെ ഈ ഹൈസ്കൂൾ മലയാള വിഭാഗത്തിലെ അധ്യാപന നിയമനം എനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി ലഭിച്ചത്. അവസാന നിമിഷത്തിൽ എനിക്ക് ഈ ജോലി ലഭിച്ചത് കൃപ മാത്രമാണ് എനിക്കിത് സാധ്യമാക്കിയതെന്ന് പറയുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മക്കളും ഇവിടെ വെറും കൈയോടെ കണ്ണീരോടെ തിരിച്ചു പോയിട്ടില്ല. ആരൊക്കെ കണ്ണീരോടുകൂടെ ഇവിടെ വിതയ്ക്കുവാൻ വന്നു അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരുടെ ഉത്തരം കൊയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സമയത്തും പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു വലിയ കൃപ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും കൃത്യമായി ഇവിടുത്തെ നിബന്ധനകളൊക്കെ പാലിക്കുവാനും ഇവിടുത്തെ കൃപാസനം പത്രങ്ങൾ എല്ലാവർക്കും പങ്കുവയ്ക്കുവാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം കൃപയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഏതൊരു സമയത്തും ഇവർക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ രക്ഷിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സഹോദരിയുടെ പറയുകയുണ്ടായി. ഒരു ബസ് വളരെ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമുക്കറിയാം ജീവിത അസ്വസ്ഥതകളുള്ളവർ, ശാരീരിക അസ്വസ്ഥതകളുള്ളവർക്കെല്ലാം അവരുടെ അസുഖങ്ങൾ കൂടുകയും വളരെ പെട്ടെന്ന് ആക്സിഡൻറ്റിന് വിധേയരാവുകയൊക്കെ ചെയ്യുന്ന ഈ അവസരങ്ങളിൽ ഉടമ്പടി എടുത്ത മക്കളെപ്പോഴും കാശുരൂപവുമായി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു അപകടവും ഉണ്ടാകുന്നില്ല എന്നാണ് ഓരോ സമയത്തും ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലേറ്റ് പറയുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഉടമ്പടിയെടുത്ത മക്കൾ എപ്പോഴെല്ലാം പുറത്തിറങ്ങിയാലും ഏതെല്ലാം അറ്റംപ്റ്റ് അവർ ചെയ്താലും അതെല്ലാം വിജയത്തിൽ കലാശിക്കും, വിജയത്തിലാണ് ചെന്നെത്തുന്നത്. ആ വിജയം നമുക്ക് ഭൗതികമായി നൽകുന്നതെല്ലാം തന്നെ നാം നിത്യതയിലേക്ക് എപ്പോഴും ഉറ്റുനോക്കുവാനും ഈശോയെ പ്രാപിക്കുവാനും പരിശുദ്ധ അമ്മയോട് എപ്പോഴും കൂട്ടിച്ചേർന്ന് നടക്കുവാനും വേണ്ടിയാണ്. അജിയുടെയും കുടുംബത്തിൻ്റെയും ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.